ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്കൊരു കിഡ്സ് ടോയ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തമ്മിൽ കണ്ട പോലെ ഇടയ്ക്കൊന്ന് പാളിപ്പോയി എങ്കിലും നമ്മൾ സംഭവം ഉഷാറാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉത്സവപ്പറമ്പുകളിലൊക്കെ കാണുന്ന ഈ ഒരു തിരിയുന്ന ഒരു സംഭവം ടോയ് കണ്ടിട്ടില്ലേ? അതിൻ്റെ പേരെനിക്കറിയില്ല. എന്നാലും ഇതിനായിട്ട് ആദ്യം വേണ്ടത് പേപ്പർ ഗ്ലാസ്സാണ്. ഇത് നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. ഇനി ഇത് ഹോൾ ഇട്ട് കൊടുക്കണം. സൈഡിലും മുകളിലായിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കേണ്ടത്. ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്ട്രോ എടുത്തിട്ടുണ്ട്. ഇനി അതിന് നൂല് കെട്ടി കൊടുക്കാം. അതിൻ്റെ നൂല് കെട്ട് നടത്തിയതിന് ശേഷം നമ്മൾ ഈ കപ്പിലൂടെ അത് പുറത്തേക്ക് എടുക്കണം. ഫുള്ളായിട്ട് എടുക്കണ്ട, കുറച്ചെടുക്കുക. അതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു നൂലിൻ്റെ അറ്റം നമ്മൾക്ക് ഇപ്പുറത്ത് ഹോളിലൂടെ എടുക്കാം. അതായത് അതിനൊരു മൂക്കയറിട്ട് കൊടുക്കാം. അത് പിടിച്ച് വേണം അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അത് അടച്ചു വെക്കാൻ അടിഭാഗത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കുന്നുണ്ട്. അതും അതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചതിന് ശേഷം ഇനി അതിനൊരു സ്റ്റാൻഡാണ് വേണ്ടത്. ഞാനിവിടെ പോൺസിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. കപ്പിന് മേച്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചെടുത്തതാണ്. പെയിൻ്റ് അടിക്കേണ്ടല്ലോ. അതെടുത്തിട്ട് അതും ഇതേപോലെ സ്ട്രോ അതിലേക്ക് തട്ടണമെന്നില്ല. ആ രീതിയിൽ നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേ ഞാൻ നോക്കുകയാണ്. ഇപ്പോഴൊക്കെ കറക്റ്റാണ് കേട്ടോ. ഉള്ളിലോട്ട് ത്രെഡ് കയറുന്നുണ്ട്. വലിക്കുമ്പോൾ സ്ട്രോ തിരിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഹാങ് ചെയ്തിടണം. നമുക്ക് ഇഷ്ടമുള്ള ഹാങ് ചെയ്തിടാം. നടുവിൽ സ്ട്രോ കയറാൻ തരത്തിലുള്ള ഹോൾ ചെയ്യുക. 4 സൈഡിലും ചെറിയ ചെറിയ കുത്തുകളൊക്കെ ഹോൾ ചെയ്ത് വെക്കുക. ഇനി അതിന് മുകളിൽ ടോപ്പിലായിട്ട് നമ്മൾ ഭംഗിക്ക് ഒരു കവറിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കാം. അത് ഒരു കുട ഷേപ്പിലേക്കായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെട്ടിയിട്ട് ഒന്ന് കയറ്റി ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കിട്ടും. ഇനി അതൊന്നിലൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഹാങ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് വലിപ്പം വട്ടത്തിൽ കിടക്കുന്നത് നല്ലത്. പിന്നെ ഇവിടെ ഹാങ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ 3 ഞാൻ മാറ്റിയിട്ട് വീണ്ടും സ്റ്റാർ ആക്കിയിട്ടുണ്ട്. ആ 3 എനിക്ക് വെച്ചപ്പോൾ അതിൽ ഭംഗി തോന്നിയില്ല. ഇനി ഇതൊക്കെ ഹാങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ഹാങ് ചെയ്യുന്ന പേപ്പർ വെച്ച് കൊടുക്കുമ്പോൾ താഴോട്ട് ഇറങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാസ്കിംഗ് ടേപ്പ് അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് താഴത്തേക്ക് പോരില്ല. ഇനി ഇതേ മുകൾ ഭാഗം ആ കുട ഷേപ്പിലുള്ളതും അവിടെ വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. ഇവിടെ വളരെ കറക്റ്റാണ്. ഇതേ തിരിച്ച് നോക്കുമ്പോൾ ത്രെഡ് ഉള്ളിലേക്ക് കയറുന്നില്ല. ഇവിടെ പണി പാളി. എങ്ങനെയൊക്കെയോ ഉള്ളിൽ കയറ്റി തിരിച്ച് ഇങ്ങോട്ട് വലിക്കുമ്പോൾ സ്ട്രോ തിരിയുന്നുമില്ല. മൊത്തത്തിൽ പാളി. ഇതുവരെ കഷ്ടപ്പെട്ടത് വെറുതെ ആയി. എന്നാലും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അങ്ങനെ സ്ട്രോയ്ക്ക് പകരം നമ്മൾ ഹോൾ ചെയ്യാനെടുത്ത സ്റ്റിക്ക് എടുത്തു. എന്നിട്ട് സെയിം പ്രോസസ്സ് സ്ട്രോയിൽ എന്താണോ ചെയ്തത് അതേ പ്രോസസ്സ് സ്റ്റിക്കിൽ ചെയ്തു. വേറൊരു മാറ്റമില്ല. അതിന് നൂലിട്ട് കൊടുത്തു. കപ്പിനുള്ളിലൂടെ കയറ്റി. അതുപോലെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുത്തു. ഇതിൽ സ്റ്റിക്ക് കുറച്ച് പുറത്തേക്ക് തിരിക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ നൂല് സൈഡ് ഹോളിലൂടെ പുറത്തേക്ക് എടുത്തു. സ്റ്റാൻഡിലേക്ക് അത് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ അതേ തിരിച്ചു നോക്കുകയാണ്. ഇപ്പോൾ ഒക്കെ ത്രെഡ് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോഴേ പകുതി ആശ്വാസമായി, സെറ്റായി. ഇനി ഇത് വലിച്ച് നോക്കുകയാണ്. തിരിഞ്ഞോ? ഇത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എനിക്ക് സ്റ്റാൻഡ് അതൊന്ന് പോരാ തോന്നിയതുകൊണ്ട് ഞാനൊരു കപ്പിനുള്ളിലേക്ക് പേപ്പർ ഗ്ലാസ്സിൽ തന്നെ ഞാനത് ഇറക്കി വെച്ചു. ഇതാണ് സംഭവം. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അപ്പോൾ പാളിയാൽ എന്താ സംഭവം, നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.